DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 1 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, മാർച്ച് മാസത്തിൽ KSEB ഉപഭോക്താക്കൾക്ക് ഇന്ധന സർചാർജ് തിരികെ ലഭിക്കും. ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിൽ ഇന്ധന സർചാർജ് വൈദ്യുതി ബില്ലിൽ കുറവ് ചെയ്തു നൽകുന്നത്. 2026 ജനുവരി മാസത്തിൽ വൈദ്യുതി വാങ്ങലിലുണ്ടായ കുറവാണ് KSEB ഉപഭോക്താക്കൾക്ക് കൈമാറുന്നത്. താപവൈദ്യുത നിലയങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതിന് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച് നൽകിയ ചിലവിലുണ്ടായ കുറവ് കാരണം ജനുവരി മാസത്തെ ഇന്ധന സർചാർജ് യൂണിറ്റിന് 2 പൈസയായി കണക്കാക്കിയിട്ടുണ്ട്. മാർച്ച് മാസത്തെ ബില്ലിൽ KSEBയുടെ പ്രതിമാസ ബില്ലിംഗ് ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 2 പൈസയും ദ്വൈമാസ ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 1 പൈസയുടെയും കുറവ് ലഭിക്കുമെന്ന് KSEB അറിയിച്ചു. അടുത്ത അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടർ വില പുനഃക്രമീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 1-ാം തീയതിയും ഗ്യാസ് സിലിണ്ടറിൻ്റെ വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് എണ്ണ വിതരണ കമ്പനികൾ. സിലിണ്ടറിന് 29 രൂപ മാർച്ച് മാസത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വാണിജ്യാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിൻ്റെ വിലയാണ് 29 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 1776 രൂപയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ പുതുക്കിയ വില. വീട്ടാവശ്യത്തിനുള്ള പാചകവാതക വിലയിൽ മാറ്റമില്ല. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. നാഷണൽ പെൻഷൻ സ്കീമിന് പകരമായി അഷ്വേർഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന ഈ പുതിയ പദ്ധതി 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് അഷ്വേർഡ് പെൻഷൻ സ്കീമോ നാഷണൽ പെൻഷൻ സ്കീമോ തിരഞ്ഞെടുക്കാം. നിലവിൽ നാഷണൽ പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ സ്കീം തിരഞ്ഞെടുക്കാനും അവസരമുണ്ട്. വിരമിക്കുന്ന സമയത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% അഷ്വേർഡ് പെൻഷൻ സ്കീമിലെ പരമാവധി പെൻഷൻ തുക. ഇത് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള ശമ്പള സ്കെയിൽ അടിസ്ഥാനമാക്കിയായിരിക്കും കണക്ക് കൂട്ടുക. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവായ 2000 രൂപയുടെ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. ഈ തുക മാർച്ച് ആദ്യ പകുതിയോടെ വിതരണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മാർച്ച് 11-ാം തീയതി പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശിക്കുന്ന വേളയിൽ കേരളത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലൂടെ ഈ തുക ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത്. മുൻപത്തെ 21 ഗഡുക്കളും കൃത്യമായി ലഭിച്ചവർക്ക് ഇത്തവണ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ലെങ്കിലും തുക മുടങ്ങിയവർ സ്റ്റാറ്റസ് പരിശോധിച്ച് പോരായ്മകൾ പരിഹരിക്കേണ്ടതാണ്. ഈ സാമ്പത്തിക വർഷത്തെ അവസാന ഗഡുവായതിനാൽ മാർച്ചിൽ തന്നെ പണം അക്കൗണ്ടുകളിൽ എത്തുന്നതോടെ കർഷകർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും. അതോടൊപ്പം തന്നെ ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സബ്സിഡിയോടുകൂടി ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ മാർച്ച് 30-നകം ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യണമെന്ന അറിയിപ്പ് നേരത്തെ തന്നെ വന്നിരുന്നു. വർഷത്തിൽ 9 സിലിണ്ടറുകൾക്ക് 300 രൂപ വീതമാണ് ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കുന്നത്. ഈ ആനുകൂല്യം തുടർന്ന് ലഭിക്കുന്നതിന് മാർച്ച് 30-നകം EKYC മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ അർഹരായ എല്ലാ ഗുണഭോക്താക്കളും ഇക്കാര്യം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.